ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് വല്ലാത്ത ടെൻഷൻ, ഭയങ്കര ചിന്ത, ചിന്തിച്ച് 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 ഒരു അന്തമില്ലാത്ത ചിന്ത, ആകെ കൂടി ഒരു വെപ്രാളം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വീടില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്. പിന്നത്തെ കാര്യം ഒരു നല്ല ജോലിയില്ല, പുറത്തേക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു വസ്ത്രങ്ങളില്ല, എനിക്കെന്നല്ല ഇവിടെ ആർക്കുമില്ല. ഇതൊക്കെ കൂടെ അങ്ങോട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ, ഇനി എന്താ ചെയ്യുക, എങ്ങനെ ജീവിക്കും, ആലോചിച്ച ഭയങ്കര ടെൻഷൻ. ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ പണ്ടാറടങ്ങി അതുപോലത്തെ ടെൻഷൻ. ഈ ടെൻഷൻ അങ്ങോട്ട് മാറാതായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. അവളോട് ഞാൻ പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല, രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങിയാണ് വല്ലാത്ത ചിന്ത തന്നെ, ചിന്ത. ഇതിനൊരു അവധി കിട്ടല്ല, നീ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞതാ. അപ്പോൾ അവൾ പറഞ്ഞു, കുറേ ചിന്തിച്ചു കൂട്ടിയിട്ട് എന്താ, ചിന്ത കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? ഒന്നും നേടാൻ പറ്റില്ല. സ്വയം എന്തെങ്കിലും അസുഖങ്ങൾ വരുത്തി വയ്ക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കാനൊന്നും വേണ്ട, പോയിരുന്ന് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. ഇതും പറഞ്ഞുകൊണ്ട് അവളങ്ങ് കട്ട് ചെയ്തു. പിന്നെ ഞാൻ ചിന്തിച്ചു, കുറേ കാലമായി ഞാൻ കുത്തിയിരുന്ന് ഈ ദൈവത്തെ വിളിക്കണം. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും, എല്ലാവർക്കും എല്ലാം ചോദിക്കണൊക്കെ കൊടുക്കും. പക്ഷെ എനിക്ക് മാത്രം ദൈവമൊന്നും തരികയില്ല. എൻ്റെ പ്രാർത്ഥന മാത്രം ഇതുവരെ ദൈവം കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണത്, പ്രാർത്ഥിക്കണം വേണ്ടേ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട് തൊട്ടടുത്ത് കൂടിയുണ്ട് ഒരു കൈനോട്ടക്കാരി പോണു. എൻ്റെ കണ്ണ് അങ്ങോട്ട് പതിഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ച് ഈ കൈനോട്ടക്കാരിനെ വിളിച്ച് എൻ്റെ കൈയൊന്നും അങ്ങോട്ട് നോക്കിച്ചാലോ, എൻ്റെ നല്ല കാലം എപ്പോൾ തുടങ്ങുമെന്ന് ചിലപ്പോൾ അവർക്ക് അറിയാൻ കഴിഞ്ഞെങ്കിലാ, അവർ പറഞ്ഞു തന്നെങ്കിലാ. നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ്. അങ്ങനെ കൈനോട്ടക്കാരി അങ്ങ് വിളിച്ചു. കൈനോട്ടക്കാരി വന്നു. കൈനോട്ടക്കാരിയുടെ അടുത്തോട്ട് എൻ്റെ കൈ അങ്ങനെ നീട്ടി. അപ്പോൾ ഇവരെൻ്റെ കയ്യിൽ ഇങ്ങനെ നോക്കി, എൻ്റെ മുഖത്തോട്ട് ഒന്ന് നോക്കി. എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഞാൻ ആകെ ടെൻഷനിലാണ്, നല്ല ഡിപ്രഷൻ ഉണ്ടെന്ന്. ഇത് മനസ്സിലാക്കി അവരെന്നോട് എൻ്റെ മുഖത്ത് നോക്കി, വേറെ ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ ചോദിച്ചു, അതെന്ത് ഡേഞ്ചറാണ്, എന്താണ് എൻ്റെ പ്രശ്നം? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ അടുത്ത് തന്നെ നിങ്ങൾ മരിക്കും. അടുത്ത് തന്നെ ഞാൻ മരിക്കുകയോ? ശരിയാണോ നിങ്ങൾ പറയണത്? അതെ, ഞാൻ പറയണത് തെറ്റില്ല, നിങ്ങൾ ഈ അടുത്ത് തന്നെ മരിക്കും. ഇത് കേട്ടതും പിന്നെ എനിക്ക് വാക്ക് കേൾക്കാനുള്ള മനഃശക്തി കിട്ടിയില്ല. ഞാൻ വേഗം ഒരു 50 രൂപ എടുത്തിട്ട് കൈ കൊടുത്തിട്ട് ഞാൻ ഒഴിപ്പിക്കും. അങ്ങനെ ഇവർ പോയതിന് ശേഷം ഞാൻ ഈ വീടില്ലാത്ത കാര്യങ്ങളും, ഈ ജോലിയില്ലാത്ത കാര്യങ്ങളും, ഈ വസ്ത്രമില്ലാത്ത കാര്യങ്ങളും, എൻ്റെ മറ്റു പ്രശ്നങ്ങളെല്ലാം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ ഞാൻ എപ്പം മരിക്കും, ഞാൻ എങ്ങനെ മരിക്കും, എന്നെ ആരെങ്കിലും കൊല്ലുവോ, അയ്യോ ഞാൻ മരിക്കുവോ? ജീവിക്കണമെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ജീവിക്കണമെന്നുള്ള ചിന്തയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പണ്ടാറടങ്ങിയ ടെൻഷൻ അടിച്ച് ഞാൻ പൊറുതി മുട്ടിയിരുന്ന നേരത്താണ് ഈ പെണ്ണുമ്പിള്ള വന്നിട്ട് എന്നോട് പറയണത് നിങ്ങളിപ്പോൾ മരിക്കുമെന്ന്. പിന്നെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജീവിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ എന്ത്. അപ്പം ഞാനെന്തിനാ മരിക്കണേ? അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നീട് എൻ്റെ ചിന്ത മുഴുവൻ മരണത്തെക്കുറിച്ചായി. ഞാൻ മരിക്കുമോ? വേണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എൻ്റെ മക്കളുണ്ട്, കിട്ടുപോകാൻ വയ്യ. എൻ്റെ കുടുംബങ്ങളുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എനിക്ക് ഇവരെയൊന്നും ഇട്ട് പോകാൻ വയ്യ. എനിക്ക് ജീവിക്കണം. ഇനി വീടില്ലേലും കുഴപ്പമില്ല, നല്ലൊരു ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എനിക്ക് ഇവരോടൊപ്പം സമാധാനമായിട്ട് കുറച്ചു കാലം ഒന്ന് ജീവിച്ചു പോയാൽ മതി. പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ ജീവിക്കണമെന്നായി. അപ്പം നമ്മുടെ പ്രശ്നം എന്താണ്? ശരിക്കുമുള്ള നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുക, ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉചിതമായി ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ ചിന്ത കൊണ്ടുപോയി നമ്മളെ പല പ്രശ്നങ്ങളിലും എത്തിക്കും. ചിന്ത കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടേ പറ്റൂ. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് ആവശ്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ച് രക്ഷപ്പെടാനുള്ള വഴികൾ എങ്ങനെയെന്ന് നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ച് അതിലേക്ക് നമ്മളൊന്ന് നടന്നു നീങ്ങുക. അല്ലാതെ നമ്മൾ ഈ ടെൻഷൻ എങ്ങനെ മാറും എന്നും പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ജീവിതവും ഉള്ള ആരോഗ്യവും ഒക്കെ നമുക്ക് കളഞ്ഞ് കുളിച്ച് കുറച്ച് വട്ടും പിടിച്ചിങ്ങനെ നടക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ ടോക്കാണ്. ഞാൻ ഈ പറഞ്ഞത്
ഒരു സിറ്റുവേഷൻ ടോക്കാണ്. ഞാൻ വാടക വീട്ടിലൊന്നും അല്ല കേട്ടോ. ദൈവം സഹായിച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ, മഴ നനയാതെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ദൈവം നല്ലൊരു വീട് തന്നിട്ടുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ജീവിച്ചു പോകുന്ന ദൈവത്തിൻ്റെ കാരുണ്യം, നന്ദി. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ഒരു മോട്ടിവേഷനാണ്. സാധാരണ ജനങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവൻ എന്ന് പറയുന്നവനും ഏറ്റവും പണക്കാരൻ എന്ന് പറയുന്നവനും ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാണ് എപ്പോഴും പ്രശ്നങ്ങൾ വരിക. കാരണം എന്താണ്, ഒരു പാവപ്പെട്ടവൻ ഒത്തിരി പാവപ്പെട്ടവനാണെന്ന് ഈ സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ നന്മയുള്ള മനുഷ്യരാണ് കൂടുതലുള്ളത്. നന്മയുള്ള മനുഷ്യർ ഒത്തിരി ഉണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടില്ല നമ്മുടെ നാട്ടിൽ. അപ്പം അവരെല്ലാവരും കൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, ഒരു സംഘടന ഉണ്ടാക്കി ഇവരെ സഹായിക്കും. അറിഞ്ഞാൽ സഹായിക്കും. അറിയാത്തവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, അറിയിക്കണം. മറിച്ച് പണക്കാര് അവർ പണം അവരുണ്ടാക്കിയത് അവരുടെ കഴിവാണ്. അവർക്ക് ദൈവം കൊടുത്തതെന്ന് നമ്മൾ പറയുമെങ്കിലും അവരുടെ കഴിവാണ്. താൻ പാതി ദൈവം പാതിയാണ്. അപ്പോൾ അവരുടെ കഴിവിൽ അവരുണ്ടാക്കിയെടുത്ത പണം കൊണ്ട് അവർ സന്തോഷമായി ജീവിക്കും. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹവും ഇവരെ രക്ഷിക്കാൻ മുതിർന്നു വരില്ല. ഒരു വീടുണ്ട്, സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അവർക്കൊരു വലിയ രോഗം വന്ന് ആൾക്കാരെന്ത് പറയും? അവർക്കതുണ്ടല്ലോ, അവരത് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ, അവർക്കുണ്ടായിരുന്നല്ലോ, അവരുടെ കാണുമല്ലേ, ഈ ഒരു സംസാരം വരും. അപ്പം എപ്പോഴും കഷ്ടപ്പെടുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ വരുന്നത്. അപ്പം ഞാനിതൊരു മോട്ടിവേഷൻ ടോക്കായിട്ട് പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ചിന്ത കൊണ്ട് അലട്ടി പണ്ടാറടങ്ങി വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് വലിച്ചു കൂട്ടിയിരിക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരമാകുമെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ദയവായി ലൈക്ക് തരണം, കമൻസ് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.